ഹലോ. പറഞ്ഞോളിക്കോ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ അല്ല, നിങ്ങൾ ഇപ്പോ ഇതിന്റെ ഈ പിന്നെ ഈ സംഭവം ഇല്ല, ഇതിന്റെ ഡിലേ എല്ലാം സെറ്റ് ചെയ്യാണ്ട് അതിൽ കൊടുത്താൽ എന്തെങ്കിലും ഗുണുണ്ടാവാ? അല്ല, നിങ്ങൾ പിന്നെ സെറ്റ് ചെയ്യാതെ ഡിലേ. ഡിലേ ഇതാ, അതിന് മാത്രമല്ല, ഇല്ല ഡിലേ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഡിലേ. ഓക്കെ. എന്നാ ഇത് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാത്. ഓക്കെ, ഇതാ. ഒന്നും കൂടി സേവ് കൊടുത്ത് രണ്ട് ഡിലേ ആണ്. ഒന്ന് ആ വീഡിയോ കാണുന്ന സ്ഥലത്ത്. മൊത്തത്തില് അത് ഒപ്പാട് ചടപടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാ ഇനിയിപ്പോ എല്ലാം ഓക്കെ ആണല്ലോ. ആ ഡിലേ മാത്രമേ ഉള്ളൂ സെറ്റ് ആക്കാൻ. ആ ഡിലേ മാത്രം നമുക്കൊന്ന് മാറ്റിയാൽ പോരെ. ഏതടിയില്? ഡിലേ ഒന്ന്, നമ്മളെ ആ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ കാണാനുള്ള ഒരു 15 മിനിറ്റ് ഇല്ലേ ആ, അവിടെ. ഓക്കെ. എന്നാ ഇത് സേവ് കൊടുക്കുക. ഏത് സേവ്? ഇത് ഈ ഈ വാബീസ് സേവ് എടുത്ത് ക്ലോസ് ആയിക്കളാ. അത് ഇനി തുറന്നു നോക്കണ്ടല്ലോ. അല്ലേന്ന് എഡിറ്റ് ചെയ്യണ്ടേ? എന്ത് ഏടി എത്തിയേ? ആ, ആ വീഡിയോ കാണുന്ന സ്ഥലത്ത് എഡിറ്റ് ചെയ്യണ്ടേന്ന് അയക്കുക. ഏത് അത് ഡിലേ ഡിലേ. അതിപ്പം ചെയ്യണം നിങ്ങൾ ചെയ്തത്. പിന്നെ ഇതിപ്പോ ആ ഇതിൽ ആ ഇതുവരെ കണക്ട് ചെയ്യണോ? അതെ അതെ. ആ, കണക്ട് ചെയ്യുന്നു. അത് ജസ്റ്റ് അത് നിങ്ങൾ വാച്ച് ചെയ്യാണ്ട് ഡിലേ സെറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ഒന്ന് സാവധാനത്തിലിരുന്ന് മൊത്തം വാച്ച് ചെയ്യാം. ആയിക്കോട്ടെ. എന്നിട്ട് സാവധാനത്തിൽ ഡിലേ ആക്കണോ ഒന്നോ ആയിക്കോട്ടെ. രണ്ടോ പ്രാവശ്യം നോക്കി അതിന്റെ സിനാരിയോ നോക്കി ഉം. ഏടിയാ ഡിലേ കൊടുക്കണ്ടേ നോക്കിയിട്ട് അങ്ങനെ ഡിലേ കൊടുക്കണം. ഓക്കെ. എന്നാലേ കൂടെ കാര്യമുള്ളൂ. ഉം. ഫോമിന്റെ അവിടേക്കല്ലേ പോണ്ടി? വേണം. ഫോമിന്റെ അവിടേക്കല്ലേ പോണ്ടി? ആ, അവിടെ എടുക്കാം. ആ, അല്ല, നോക്കാം. ഫോമിലല്ല. ഫോമിലല്ല. ഫോമില് വെബ്സൈറ്റിന്റെ. ഇൻസ്റ്റന്റ് ഫോം. മൊത്തത്തിൽ ഇതൊന്നും എടുത്ത ആദ്യം തുടക്കം മുതലേ ഇതിന്റെ ഇതൊന്നും എടുത്ത മേലോട്ട്. അങ്ങനല്ല, ഇത് തന്നെ പൊന്തിക്ക്. ഉം. ഇതിന്റെ തുടക്കം മുതലേ വരട്ടെ, ആദ്യം മുതലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്യാമ്പയിനെല്ലാം പറഞ്ഞ് ഹെഡ്സെറ്റില് ആ തുടക്കം മുതൽ, ഹെഡ്സെറ്റിൽ തുടക്കം മുതൽ ഹെഡ്സെറ്റ് അനിങ്ങേ പറ. ഇതല്ലേ മൂന്നാമത്തെ അല്ലേ? ഞാൻ പറഞ്ഞു ഹെഡ്സെറ്റിൽ ഒന്ന്. ആഡ് സെറ്റ് എന്ന് പറഞ്ഞാല് മനസ്സിലായില്ല. ഇങ്ങ അപ്പാട് പോയാൽ എനിക്കൊന്നും തിരിയോ പിന്നെ. ആ, ആഡ് ഒരു സെറ്റ്. ബേക്ക് അടിച്ച മോളിൽ പോയി ബേക്ക് അടിച്ച ഞങ്ങള് ബാക്ക് ക്ലോസ് ചെയ്യല്ല. ഇല്ല, ക്ലോസ് ചെയ്തിട്ടില്ല. ഇതാണ്. ഇതാണ്. ഒന്ന് ബേക്ക് അടിക്കുക ഒട്ട് മുകളിൽ. അതെ, ബേക്ക് ബേക്ക് ബട്ടൺ അതെ മുകളിൽ, അതിന്റെ മുകളിൽ പച്ചയില് ബേക്ക് അടിച്ച. ഉം. ഒന്നും കൂടി ബേക്ക് അടിക്കുക. ചീത്ത അറിയില്ല. അല്ല, നിങ്ങളും പോകുന്നു പറയാൻ മാടെ നിക്കണ്ടേ, വേഗം ഞെക്കൂട്ട് ഞെക്കൂട്ടാല്. ഞാൻ തൊടുന്നില്ല കർസർ, കാനെ തൊട്ടോളി. ഇതിന്റെ ഇതാ ഏറ്റവും ഇങ്ങനെ പറയുമ്പോ ഏഡ് വിത്ത് ഇസ്മായിലിന്റെ ഇപ്പറ ഏഡ് സെറ്റ്. ആ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാനാ പറഞ്ഞത്. ഉം. ഏഡ് സെറ്റ് നെയിം. ആള് മെല്ലെ മെല്ലെ നിങ്ങൾ താഴോട്ട് മുകളിലൊന്ന് നിൽക്കുക. നേരെ ഇലയിലും നോക്കിയിട്ട് ഒന്ന് താഴെ ഇതാക്ക്. ആ. പിന്നെ പൊന്തിക്ക് പൊന്തിക്ക്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക, എക്സസൈസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ പൊന്തി. ആ, പൊന്തിക്ക ഇത് അവിടേക്ക്. ഇതൊന്നും ഒന്നും പൊന്തിക്ക് നമുക്ക് താഴോട്ടെല്ലാം കണ്ടാലേ ഇവിടെ എന്താ ഇല്ലെന്ന് ഈ ഏരിയയൊന്നും. താഴത്തേക്കല്ലാക്കണ്ടേ? ഇങ്ങനെ സ്ക്രോൾ ചെയ്യും മെല്ലെ മെല്ലെ പാട് പോറേ. ഞാൻ അതിന്റെ ബാക്കി പറയണേ ഇപ്പൊ. ഒന്ന് പോട്ടെ, താഴോട്ട് മെല്ലെ കയ്യൊന്ന് ആയി കൈനൊന്നും നേരെയില്ല മാഷ. നിങ്ങൾ ഇതിപ്പോ ഇതില് ശ്രദ്ധിക്കേ. ഒന്നും പോതല്ലേ. സ്ക്രോൾ ചെയ്യും കുറച്ചും കൂടിയോ. കാറ്റലോഗ് ബജറ്റ് ഷെഡ്യൂള് ഷെഡ്യൂൾ വിറ്റ് എൻ്റെ കാക്കല്ല കാര്യം നേരം വെളുത്തു തോന്നുന്നു. ബജറ്റ് ഷെഡ്യൂൾ. ബജറ്റ് ഷെഡ്യൂൾ എന്നും പോട്ടെ, മെല്ലെ മെല്ലെ പോട്ടെ. ഇതല്ല ഓഡിയൻസ്.
ഓഡിയൻസ്. ഉം. പോട്ടെ, പോട്ടെ, നല്ല പോട്ടെ, നല്ല പോട്ടെ. ഏത് മുമ്പ് ഇതിലെങ്ങനെ റിസൾട്ട് ഉണ്ടേനാ? 39 ലീഡ് വന്നിട്ടുണ്ട്, ക്ലോസ് ആയിട്ടില്ലൊന്നും. ഓക്കെ. ഇനി ഇപ്പൊ ഏട് തന്നെ എടുത്ത് എങ്ങനെ പറയാം? ഏട് വിത്ത് ഇസ്മായിൽ മോള് ഇപ്പൊ ഏഹ് ഏഡ് സെറ്റ് എടുത്ത് ഏട് വിത്ത് ഇസ്മായിൽ എടുത്തേ. ആഡ് ഇസ്മായിൽ മോള് എവിടെ? മോള് അതിന്റെ പ്രാർത്ഥന പ്രാർത്ഥന. എന്നിട്ട് മെല്ലെ മെല്ലെ ആക്ഷൻ ബജറ്റ് മെല്ലെ താത്തിയ, മെല്ലെ താത്ത്. ലീഡ് ബജറ്റ് മെല്ലെ മെല്ലെ താത്ത്. പോട്ടെ, പോട്ടെ, പോട്ടെ. എലിജിബിലിറ്റി പോട്ടെ. ഉം. ഇല്ല പോട്ടെ. ഓക്കെ. ഇനി ഇതെടുക്ക് 3 ആഡ് ഇസ്മായില്. അല്ല, ത്രീ ആഡ്സ് എന്നുള്ള അവിടെ തന്നെ. ആ, പോകട്ടെ, പോകട്ടെ. ഓക്കെ. മെല്ലെ 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 മെല്ലെ. ആ, ഉണ്ടാക്കി. നിങ്ങളിപ്പോൾ ഉള്ളത് 3 ആഡ്. മെല്ലെ താത്തിയ. മെല്ലെ 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 പോയോട്ട് താത്തിയ. നിങ്ങൾ കൈയൊന്നും കളിക്കല്ല, ഇത് ഇപ്പം കയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് കൈ വന്നാൽ വിട്ടാൽ അത്രേ. സമയം പോരെ. ആ, അല്ല, ഞങ്ങൾക്ക് രണ്ട് സംഗതി ഉണ്ട്. എൻ്റെ ചുണ്ടി എപ്പാണെങ്കിൽ പൊട്ടും, ചുണ്ടെല്ലാം പരുതി കഴിഞ്ഞാൽ. ഞാൻ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ട് എന്താക്കിയ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയ പൊട്ടി നിങ്ങൾ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു ആ, നിങ്ങളിപ്പോ എൻ്റെ മനാമിലാണല്ലോ ഉള്ളത്. ഏറ്റവും ഒന്നുകൂടി മോളിൽ പോട്ടെ. ഏറ്റവും അത് അങ്ങനെ തന്നെ കൊണ്ടുപോകും. മോള് മോള് അങ്ങോളം ഏറ്റത്ത് ഉണ്ടാക്കും. ഏറ്റത്ത് പോട്ടെ. എന്നെ പോയി. ലേശം കൂടി ഉണ്ട്. അയ്യാ, ആ പേരൻസ് ഇപ്പം ഐഡന്റിറ്റി മെല്ലെ ഇനി മെല്ലെ താത്ത്. ആടെ തന്നെ നിങ്ങളെ കേസ് ആടെ തന്നെ പോക്ക്. എൻ്റെ മെല്ലെ മെല്ലെ താടിഞ്ഞക്കല്ലേ. ആ, അത് പിടിച്ച് മെല്ലെ മെല്ലെ താത്ത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെല്ലെ മെല്ലെ മെല്ലെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റപ്പൊക്കെ പോയി. കൈ വിറക്കണം. മൾട്ടി അഡ്രസ് അതാണ് മൂന്നിലും കാണാത്ത അതിന്റെ പോലോ. നിങ്ങൾക്ക് എനക്ക് കൺട്രോൾ തരാവാ? ആ പിന്നെന്താ, എന്നാ ഇത് തുറക്കി. എനി ഡെസ്ക്. സൂമിൽ തന്നെ നേരത്തെ തരാലോ. എങ്ങനെ? സൂം കൊടുക്കാം. ഇത് എൻ്റെ ഡെസ്ക് ക്ലോസ് ചെയ്ത് അങ്ങനെ സൂമിൽ എങ്ങനെ കിട്ടും? കൊടുക്ക്. എൻ്റെ ഡെസ്ക് ക്ലോസ് ചെയ്യും. ആ എനി ഡെസ്ക് എടുത്തില്ല. സൂം നിങ്ങളെ സൂം ഷെയറിലല്ലേ? നിങ്ങളെ ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ. ആ,
സൂമില് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് ആടെ ഇത് കാണിക്കുന്നില്ല? ഇല്ല. മോർ മോറിൽ ഓപ്ഷൻ ഉണ്ടോ നോക്കുക നിങ്ങൾ. ആ മോറിൽ കൺട്രോൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓ ട്രാൻസ്ഫർ മീറ്റിംഗ് ടു റൂം. ഇല്ല. നോക്കട്ടെ, നിങ്ങൾ ഇത് തന്നെ ഒന്നുകൂടി ഷെയർ ആക്കുക. അതൊന്ന് സ്ക്രീൻ ഷെയർ ആക്കി നോക്ക്. എനിക്കതില്ല. ഏ എനിക്കേ നിങ്ങളിന്ന് അനീഷ് റിക്വസ്റ്റ് ടു അലോട്ട്. ഓക്കെ. ആ ശരി. എന്നെ ആഡ് എടുക്ക. ആ ആഡിലുള്ള ആടിന്റെ ക്യാമ്പയിൻ ആദ്യം ആഡ് ഇസ്മായിൽ വിത്ത് ക്യാമ്പയിൻ അതെടുത്ത് അതെവിടെ കാണാത്ത ഇപ്പൊ നോക്കാം. ആക്ഷൻ ക്യാമ്പയിൻ ആക്ഷൻ ബഡ്ജറ്റ് നല്ല താത്തിയ. ഇതേടല്ലേ പോന്ന് മെല്ലെ താത്ത്. ആയിക്കോട്ടെ തട്ടിയത്. തട്ടിയതാ. താത്ത ആടെ പിടിക്കുക. മെല്ലെ മെല്ലെ താത്തി താത്തി കൊണ്ട് നമ്മ ഇവിടെ കുത്തിരിച്ച് ക്യാമ്പയിൻ ബജറ്റ് താത്ത് നല്ല താത്ത്. എലിജിബിലിറ്റി ടെസ്റ്റ്. ഒന്നുകൂടി താത്ത്. നിങ്ങൾ കൈയെടുക്കല്ല എൻ്റെ മോളിന്ന് തൽക്കാലം ഇത് രണ്ടു തന്നെ ചെക്ക് ചെയ്യുന്ന കൈയെടുക്കാണ്ട് നോക്ക്. കാറ്റഗറി ടെസ്റ്റ് ആയാലും ലാസ്റ്റ് വരെ എത്തി. ഇല്ല. ലാസ്റ്റ് ആ എത്തി. ഇനി ആഡ് സെറ്റ് എടുത്ത് അതുപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ. ഇതിലേക്ക് ആഡ് സെറ്റിലാണ് വാട്സപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ ഫോമിന്റെ അവിടെയാണ് ഉണ്ടാവുക. ആടെ നോക്കുന്നാല് കണ്ടുപിടിക്കേണ്ടിയാന്ന് നല്ല പോയിട്ട്. മാക്സിമം നമ്പർ ഓഫ്. അതല്ല കാറ്റലോഗ് ബജറ്റ് ഷെഡ്യൂൾ ബജറ്റ് ഷെഡ്യൂൾ ഓഡിയൻസ് യൂസ്ഡ് ഓഡിയൻസ് ഓഡിയൻസ് കൺട്രോൾ ലൊക്കേഷൻ ഓഡിയൻസ് ഏജ് പ്ലേസ്മെന്റിന്റെ അവിടെയാണോ? അക്കൗണ്ട് കൺട്രോൾ താത്ത്. ഇനി മറ്റേ പോട്ടെ 3 ആഡില് ഇതിലില്ലേക്ക. 3 ആഡ് പോട്ടെ. 3 ആഡ് പോട്ടെ. പിന്നെ കിടക്കുന്ന ഞാൻ പോവേ. അതുപോലെ തന്നെ മോളെ വരട്ടെ. മെല്ലെ 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 ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്.
ഇവിടെയാണോ നോക്കാം? കണക്ക് കണക്ക് ഒന്നുകൂടെ ഇതിപ്പോഴൊന്ന് താത്തി. ചാറ്റ് ജിപിടിയോട് ചോദിക്കണൊക്കെ. അതിനൊന്നും ഇനിയിപ്പം നേരെയില്ല. വാന്ന് പത്ത് വാന്ന് പന്നേ വാണ്ടെ. ചിലപ്പോ കിടന്നുറങ്ങിണ്ടാവോ. വെള്ളത്താത്ത മെല്ലെ 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 പോട്ടെ. ഇതാണോ? കുറച്ചും കൂടി മേലെ ഫോമിന്റെ കുറച്ച് മേലെ പോട്ടെ. ആ ഫോമിന്റെ അരിയത്ത് അവിടെ മതി മതി. മെല്ലെ 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 പൊന്തിച്ച. മതി മതി. ആളെ നിർത്തി ക്രിയേറ്റ് മേക്ക് കണക്ഷൻ വിത്ത് പീപ്പിൾ ബൈ എന്തൊക്കെ ഉണ്ടാക്കണം. ഇതിൽ നമുക്കൊരു ഇത് ഉണ്ടാക്കുന്നതാ ശരിക്കും. ക്യാമ്പയിൻ തുടങ്ങുന്നതല്ല. ഇല്ല. ഇങ്ങനെ പോട്ടല്ലേ? നിങ്ങളൊന്നും അല്ല, നിങ്ങളൊന്നും കൂടി ഏഡ് ക്യാമ്പയിനിൽ തുറക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വരുവാ. കിട്ടുമായിരിക്കും. അതുമല്ല ഏഡ് നെയിം ആക്ഷൻ ബൈങ് ടൈപ്പ് ആക്ഷൻ ലീഡ് ഷോ മോർ ഓപ്ഷൻ ബജറ്റ് മെല്ലെ താത്തു. ഞാൻ വായിക്കുന്ന നിങ്ങൾ കാണുന്നില്ല, അതിനനുസരിച്ച് താത്തിയേ. ബജറ്റ് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ക്യാമ്പയിൻ ബജറ്റ് ഏഡ് ബജറ്റ് കൈ എടുക്കല്ലേ. കൈ എടുത്താൽ എനിക്ക് അതിന് താത്ത് AB ടെസ്റ്റ് താത്ത് സ്പെഷ്യൽ ഏഡ് കാറ്റഗറി അത് കഴിഞ്ഞ് ഇനി ഏഡ് സെറ്റ് ചേർക്ക് മേലെ കൊണ്ടുവിടും. ഇത് മെല്ലെ ഞാൻ ഈ നോക്കട്ടെ. ഇൻസ്റ്റന്റ് ഫോമില്ലേ, ഇവിടെ എഡിറ്റ് ചെയ്യണം. ആടെ ഇൻസ്റ്റന്റ് പോകുമ്പോൾ അതെല്ലാം നോക്കുന്നത്. ആടെ ഇൻസ്റ്റന്റ് പോകുമ്പോൾ ആടെ ക്ലിക്ക് ചെയ്തേ. ഇവിടെ അമർത്താൻ പറ്റില്ല. ഫേ- അവിടെ ഫേസ്ബുക്ക് പേജ് conversation ഒക്കെ ചൂസ് ഇൻസ്റ്റന്റ് ഫോൺ. നിങ്ങൾ മോള് ഇവിടെ എഡിറ്റ് കൊടുക്ക്. മോളില് ആവണില്ലേക്കാ. എടുക്കുക. എഡിറ്റ് അതാ കൊടുത്ത് എഡിറ്റ്, പക്ഷെ ആവണില്ല. ഇവിടെ ഈ symbol form. ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ പുറമ്പലത്ത് അടുത്ത ഭാഗത്തുള്ള ഒരു മൂന്ന് കുത്ത് തന്നില്ല. ഇവിടെ. സിമ്പിൾ ഡാറ്റ ആടല്ല. ആ സിമ്പിൾ ഡയറ്റ് ഇങ്ങ് ഇവിടെ സിമ്പിൾ ഡയറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ ഡൈ ആ ആ. ഫോർമുല ആടെ ആടെ എടുത്തിട്ടുണ്ടാ. ഓക്കെ. മോളിൽ ഇവിടെ എടുത്തിട്ടുണ്ടാ മൂന്ന് കുത്തില്. നേരത്തെ നിങ്ങൾ കാണിച്ച മൂന്ന് കുത്തില് ആടെ എടുത്തിട്ടുണ്ടാ. ഇല്ല. എഡിറ്റ് ഇതിപ്പോ നടക്കൂല. നാളെ നോക്കാം. ശരി. ശരിയാണ്ട് റണ്ണിങ് ആയതുകൊണ്ടായിരിക്കും. റണ്ണിന്ന് ഉണ്ടായിരിക്കും. അല്ലാതെ കാണണ്ടില്ല ഫോം. നാളെ നോക്കാം, നാളെ നോക്കാം. ഇതിൽ തന്നെ വരണ്ടേ കോൺവെർസേഷന്റെ സിംബൽ. ഇത് കുഴപ്പമില്ല, നാളെ ചെയ്യേക്കാം. ബാക്ക് എടുത്ത അവിടെ തന്നെ അടിക്കും. ബാക്ക് അടിച്ച
ഒന്നുകൂടി ബാക്ക് അടിച്ചു. ബാക്ക്. ബാക്ക് അടിച്ച ബാക്കാകത്ത്. എന്നെ ഇപ്പൊ ആഡ് ചെയ്ത് സ്മൈല നിക്കണം ഞങ്ങളുടെ ബാക്ക്. ഇവിടെ ഈ ഓബ്ജക്ട് നടക്കും പോയി. ഈ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവിലാണ് അതിന്റെ അടിയിൽ നിൽക്കാനാവും നോക്കി, ലീഡ് എന്നുള്ള അതിന്റെ ആടെ നിൽക്കാനാവും നോക്കും. ഒന്നും കൂടി ബാക്ക് അടിച്ചേ. പോയാലിപ്പോ ഇപ്പൊ 3 ആഡിലുള്ളത്. ഇതൊന്ന് ക്ലോസ് ചെയ്തേ, മെറ്റാഡ് ഒന്ന് ക്ലോസ് ചെയ്ത്, ഒന്നും കൂടി മെറ്റാഡ് എടുത്തേ. യാ നബി സലാം അലൈക്കും യാ റസൂൽ അലൈക്കും. ആൾക്ക് അങ്ങനെ പോലെ ഞാൻ പറയുന്ന പോലെ പോകും. കുറെ കൊണ്ട് നിങ്ങൾ ക്യാമ്പയിൻ കാര്യമൊന്നും പോലെ ഞാൻ എനിക്ക് തിരിയാത്ത വായിക്കൂടെ പോയാൽ ഞാൻ എനിക്കൊന്നും ആവൂലേ. ആ ആളെ ക്യാമ്പയിൻ എടുക്കാം. ആ, അത് ഇങ്ങ് വാ. എ- ഇപ്പൊ എല്ലാ ക്യാമ്പയിനും ഓഫിലല്ലേ. ഇതാണ് ആഡ് അക്കൗണ്ട്. ആ, എന്നാ അതെടുക്കും. അതല്ലേ പറഞ്ഞേ. എനിക്ക് തിരിയാത്തത്. നിങ്ങളെ ഇങ്ങനെ ഒന്ന് ആടെ ഒന്നും ഇവിടെ നമുക്ക് തിരിക്കില്ലല്ലോ. അല്ലോ. ഏഴ് വ്യത്യസ്തമായ ആൾക്കാർക്ക് ഏതാ നമ്മൾ ഏഴ്. ഇതാണ് ആഡ് വിത്ത് സ്മൈൽ. അതിൽ എഡിറ്റ് കൊടുക്ക്. ആ എന്നിട്ട് അതിൽ ഏഡ് സെറ്റിൽ ഇപ്പോൾ കൊടുക്കും. ഇത് പുതിയ അറിവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ആടെ പോയി ആടെ ചെന്ന് നോക്കും. നമ്മളെ ഫോമിന്റെ അടുത്ത് ആ പാടൊന്നും ചെയ്യാനാവുന്നില്ല. ഇവിടെ ഒന്ന് എഡിറ്റ് കൊടുത്ത് നോക്ക്. നടക്കല മാഫി ആന്നില്ല. ഉം. എന്നാൽ ഏഡ് ഇസ്മായിൽ അതിൽ തന്നെ കൂടെ ഏഡ്. ഈ ലീഡ് എടുക്കുന്ന കമ്പൈൻ ഒബ്ജക്റ്റീവ് എടുക്കാൻ ആടെ നടക്കുന്നുണ്ടോ? ക്രിയേറ്റാ. ഏഹ് ഒന്നും കൂടി മറ്റേ ഇവിടെ പോട്. അത് ഏഡ് ക്ലോസ് ചെയ്യണമായിരിക്കും. റണ്ണിങ് ഏഡല്ല. റണ്ണിങ് ആഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. റണ്ണിങ് ആഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. റണ്ണിങ് ഏഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആക്റ്റീവ് ഇതാക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ബേക്ക് പോകാനാവാം നേരത്തെ വന്നിടത്തേ. അല്ലെങ്കിൽ ഇതിലെടുത്ത് ക്യാമ്പയിനിലേക്ക് നോക്കും. ഓക്കെ. ഓക്കെ. അടുത്ത ഇത് ആക്റ്റീവ് അല്ലേ, അത് ഇവിടെ ഇതാക്കിയാൽ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തോളൂ നമുക്ക്. ആ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യാം. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ ഇവിടെ എന്താ ഉള്ളത്? ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ സെറ്റപ്പ്. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ സെറ്റപ്പ് എടുത്ത് അതിന്റെ പേരെന്താ മാതിരി കൊടുക്കണം, അല്ലെങ്കിൽ അത് നമ്പർ തന്നെ ഓഫ് പോട്ടെ. ഓഫീസ് അതൊന്നും എന്നുള്ള ഒന്ന് മറ്റേ ഒന്നും പോരാ. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓക്കെ, മതി. ഇനി
ആക്ഷൻ, ആക്ഷൻ, ബൈങ് ആക്ഷൻ, ആഡ് കോപ്പി അതൊന്നും റെഡിയല്ല. ആക്ഷൻ എന്തെന്നാ നോക്കി ഇവിടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. വേറെ എന്തെങ്കിലും പേര് ലീഡ്, കൊടുക്കണേ? ഓക്കെ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ആ പോട്ടെ പോട്ടെ. പേര് ഇനി കൊടുക്കല്ലെന്ന്. നമ്മള് പേര് ഇട്ടല്ലേ, ഒന്നും ഇട്ടില്ലേ, രണ്ടെന്നാ. അതാണ്. ഉം. അതൊന്നും എന്താ വരിക, മറ്റേത് ഒന്നും നമ്പർ ഒന്നും ഉണ്ടാവില്ല, ഇതൊന്നും രണ്ടെന്നാ വരും, ഒന്നും എന്താ വരും. ഓക്കെ, കുഴപ്പമില്ല. അവസാനം പോട്ടെ. ഇനി അടുത്തതിൽ പോട്, ഏഡ് സെറ്റില് നെക്സ്റ്റ് അടിക്കണ. ഒന്നും വേണ്ട, നെക്സ്റ്റ് എടുക്കണ്ട, ഏഡ് സെറ്റ് പോട്. ഏഡ് സെറ്റ് പോയിട്ട് ആടെ ഫോമിന്റെ അടുത്ത് വാ. ആടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിലൊന്ന് മറ്റേ ആടാതെ ഏറോ മാർക്ക് അതിന്റെ മുകളിൽ ആടല്ല, ആ ഇൻസ്റ്റന്റ് ഫോമിന്റെ, ആ ഇൻസ്റ്റന്റ് അതിന്റെ മുകളില്, അതിന്റെ മുകളില് മൾട്ടിപ്പിൾ ഇൻസ്റ്റന്റ് ഫോം ആ മോളില്, ആ മോളില്. ആ ഇവിടെ ആ ക്ലിക്ക് ചെയ്യ്. എവിടെ ക്ലിക്ക് ചെയ്യേണ്ടി? ആടെ തന്നെ അതിന്റെ മുകളിൽ ഒരു ഏറോ നിങ്ങൾ ബെരൽ വെച്ചിട്ടുള്ള ഏറോ മാർക്ക് ആകുന്നില്ല, ഇവിടെ താഴോട്ടേക്കൊരു. ആ ഇവിടെ ആടെ ചെക്ക് കൂടല്ല, ആ പറഞ്ഞത് ഇൻസ്റ്റന്റ് ഫോം എന്ന് പറഞ്ഞിട്ട് ആടെ ക്ലിക്ക് ചെയ്യേ. ഇൻസ്റ്റന്റ് ഫോമിൽ ക്ലിക്ക് ചെയ്തു. ആ വെബ്സൈറ്റ്, അടിയിൽ ഇതാ ഇൻസ്റ്റന്റ് വാട്സപ്പ്. ഫോം. അടിയിൽ ഇത് ഷെയ്ഖുന വാട്സപ്പ്. ആ വാട്സാപ്പ് നോക്കി ആടെ സെലക്ട് ആണ്. ആ നിങ്ങളല്ലേ കേസർ അങ്ങും ഇങ്ങും കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ അങ്ങും ഇങ്ങും കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്ക്. ആ നിങ്ങൾ അങ്ങും ഇങ്ങും കൂടെ വാട്സാപ്പ് ലേശം പൊന്നിച്ച ആ കണക്ട് വാട്സപ്പ്, ഇതാ വാട്സപ്പ് നമ്പർ. അല്ല, ഇതാണിപ്പോ നമ്മൾ ഫേസ്ബുക്കിലായിട്ട് കണക്ട് ചെയ്ത വാട്സപ്പ് നമ്പർ ഇതാണ്. അല്ല നിങ്ങൾക്ക് ഇപ്പം പിന്നെ ഈ API എടുത്ത നമ്പർ ഏതാ? അത് വേറെയാണ്. അത് കൊടുക്ക്. ഇതിൽ കണക്ട് ആക്കിയിട്ട് കാര്യമുണ്ടോ? ഏ ഇതിലാണ് കണക്ട് ചെയ്യാം. നമ്പർ ഇവിടെ കൊടുക്കുക. നമ്പർ ഒന്ന് പറയും. നമ്മൾ വാട്സപ്പിൽ ട്രിഗർ ചെയ്യണ്ടേ ഏ ആ എന്താണ്? ആ ഇപ്പം ട്രിഗർ അപ്പൊ ആ ചെയ്ത്. നമ്പർ ഇവിടെ, ആ നമ്പർ ഇവിടെ കൊടുക്കും. ഇത് വാട്സപ്പ് ബിസിനസ് ആണ്. അല്ലെന്നും ഫേസ്ബുക്ക് വാട്സപ്പ് ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്യണ്ടേ? ഫേസ്ബുക്ക് വാട്സപ്പ് ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്യണ്ടേ? അതിന് നമ്പർ കൊടുക്കുങ്ങള്. ഇതാണ്. ഇത് ഇതൊക്കെ തോന്നുന്നത് സിം വാട്സപ്പിനായിട്ട് കണക്ട് ചെയ്യാൻ വേറെയാണ്. Enter numbers with WhatsApp account where people message you directly from your ഇത് apps. എപ്പോഴും വേണ്ടിയ നമ്പറാണ്, ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്യുന്ന ബിസിനസ് നമ്പർ. ഇനി കോൾ ടു ആക്ഷൻ വേറെ നമ്പറാണ് കൊടുത്തത്. എന്നാ അത് കൊടുക്ക്. അത് വേറെയാണെന്നോ നോക്കുന്നത്. കണക്ട് വാട്സ്ആപ്പ്, കണക്ട് അതർ നമ്പറിൽ മാനേജേഴ്സ്, കണക്ട് അതർ നമ്പറിലോട്ട് അത് നോക്കി നോക്കേ ഞനക്ക്. വേറെ എവിടെ ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അത് എന്നാ നമ്മളെ കണക്ട്, കോൾ ടു ആക്ഷനിൽ കണക്ട്. കൊടുക്കണം. ഇതിൽ കണക്ട് ഇത് നമ്മളെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പറാണ്. ഇത് മാറ്റാൻ പറ്റൂലല്ലോ. ഇവിടെ തന്നെ നമ്മൾ അഡീഷണൽ നമ്പർ കൊടുക്കുക. ഉം. കണക്ട് അതർ നമ്പർ കൊടുക്ക്. അതൊന്ന് ക്ലോസ് ചെയ്യേ, അതിലാണ് ഇപ്പൊ മീറ്റിംഗ് നമ്മൾ വരുന്നത്. കൊടുത്തത്. കണക്ട് അതർ നമ്പറിലാണ് കൊടുത്ത്. ആ പറ്റ ആവണില്ല, കണ്ടിന്യൂ ആവണില്ല. കണക്ട് ഇത് ഡിലീറ്റ് ആക്കി വിടാം. ഈ അടിച്ചത്, ഈ ആ അടിച്ച നമ്പർ ഡിലീറ്റ് ആക്ക്. ആ കണക്ട് അതർ നമ്പർ കൊടുക്ക്, ആൾ കൊടുക്ക്. ഇത് ഡിലീറ്റ് ആക്ക്, ഇത് ഡിലീറ്റ് ആക്ക്. ആ ഇത് ക്ലോസ് ചെയ്യുന്നിട്ട് ആ ഒന്നുകൂടെ അതിൽ അടിച്ചു നോക്ക്.
പേജ് സെറ്റിംഗ്. പേജിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. യു കെ മാക്സിമം 50 നമ്പർ. പേജ് സെറ്റിംഗ് പോടാ, അത് കുറച്ച് പണിയുണ്ടാണ്. പേജ് സെറ്റിംഗ് പോടും. പക്ഷെ ഞാൻ പറയട്ടെ കാ, നമ്മളെ കോൾ ടു ആക്ഷൻ നമ്പർ എന്ന് പറഞ്ഞത് വേറെയാണ്. അതെവിടെ കൊടുക്കുക? അറിയില്ല. നിങ്ങളൊക്കെ ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്ത്, നിങ്ങളിവിടെ എ ഞാൻ പി നമ്പർ ചെയ്ത് കൊടുത്തു. ഇവിടെ എ പി ഐ നമ്പർ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് വാട്സപ്പ് എ പി ഐ നമ്പർ. വാട്സപ്പ് എ പി ഐ നമ്പർ പ്രൈമറി കണക്ട് ആധാർ നമ്പർ കൊടുക്കും. അതിന്റെ പുതിയ നമ്പർ കൊടുക്കും. മറ്റല്ലേ കണക്ട്. പേയ്മെന്റ് നമ്പർ തന്നെയാണ് സെക്കൻഡറി നമ്പർ ഇത്. ഓക്കെ, ഇനി മറ്റടുത്ത് പോട്ടെ. ഉം. ഓക്കെ, ഇനി അവിടെ കണക്ക് ആധാർ നമ്പർ കൊടുക്കും. പിന്നെ മാറ്റി നീക്കെന്ത് എന്തിനാടാ? കണക്ട് ആധാർ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഇപ്പം എന്താ എ പി ഐ നമ്പർ അടിച്ചു കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. യു മാക്സിമം. ഇവിടെ മാറിയില്ലട്ടാ. ഏ ഇവിടെ മാറിയിട്ടില്ല. എടാ, ആടെ കണക്കാണ്. ഇത് പഴയ നമ്പർ ബട്ട് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് എഡിറ്റ്. ഫേസ്ബുക്ക് പേജിന്റെ നമ്പറാണ്. ഇപ്പം മെസ്സേജ് ആയില്ലാണോ പോവാ? ഏ അങ്ങ് പ്രൈമറി നമ്പർ ആക്കി മാറ്റണോളെ അത്. നോക്കണ നിങ്ങൾ താത്തോ നല്ല താത്തേ. പിന്നെ നിങ്ങളെല്ലാ നമ്പറും എ പി ഐ നമ്പർ ആക്കി. ഞാൻ ഇപ്പൊ എല്ലാം നോക്കിയിട്ട് കുറെ കാലമല്ല എൻ്റെ ആവശ്യം. ഇനി താഴോട്ട് കേട്ട് ഇങ്ങനെ നോക്കും. താഴോട്ടാക്കും. പക്ഷെ പക്ഷെ ഫേസ്ബുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് നമ്പർ വേണമെന്നും. എ പി ഐ ബിസിനസ് നമ്പർ അല്ലല്ലോ. ബെഡ് കണ്ടോ? ഉണ്ടാ, അത് നമ്മൾ ഇതാക്കിയത് മാറിയതാ. ഇനി നമ്മൾ അറിയാണ്ട് സേവ് കൊടുത്ത പൈസ തീർത്തങ്ങ് വലിച്ചു പോകും. 121 അല്ലേ? എന്താ എടുക്കുക? നോക്കിയ ഇനിയിപ്പോ മറ്റേ ഇതിനകത്ത് ഇതെന്തൊക്കെ? ഏഹ് യു മേ നോട്ട് അതൊക്കെ ഗെറ്റ് എനി ഇനി കോൺ. അത് ബജറ്റ് കൂട്ടാൻ പറയുന്ന. അതൊന്നും നോക്കണ്ട. മേലെ ഇപ്പൊ നമ്പർ ഇപ്പൊ മെസ്സേജ് പേയില വരുവാന്നുള്ള തിരിയാ. ഒന്ന് പൊതിച്ച എന്താ ഇപ്പൊ തിരിയാ. ഇവിടെ ഒരു ഏറോ മാർക്കില്ലേ ഈ വാട്സപ്പ് നമ്പർ എന്നുള്ള? ആടോ നിങ്ങൾക്കൊക്കെ ക്ലിക്കാക്കെ അതൊന്ന് എഡിറ്റ് ചെയ്ത. എന്നിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്ക്. അനദർ നമ്പറോ? ഇവിടെ കണക്ട് അല്ല, ഇത് ആടോ സെലക്ട് ചെയ്യും. ആ ആ, ആ. ഇപ്പൊ മാറിയിട്ടുണ്ടാ? ഏഹ് ആ മാറി മാറി. ഇപ്പൊ ഏതാ നമ്പർ ഒന്ന്? 98 95 എന്റെ എ പി ഐ നമ്പർ. ഇപ്പൊ റെഡി അല്ലേ?
റെഡി. ഉം. ഇനി അതിന്റെ താഴോട്ട് ഇനി മൊത്തം താഴോട്ടെ താഴോളം പോട്ടെ, എവിടെ നിന്ന് മാറ്റം വരുത്തുണ്ടോ നോക്കി. ഇത് മെല്ലെ വീണ്ടും മെല്ലെ ഇവിടെ 800 800 കാണിക്കണം. നിങ്ങൾ മാറ്റി. ഉം. ഓക്കെ. പിന്നെ കാണിക്കണേ. പോട്ടെ, താഴെ പോട്ടെ. റിവ്യൂ റെക്കമെൻഡ് നോക്കിയാ ഇതേ കുറച്ച് മേലോട്ടാക്കാൻ മതി. ഇന്ത്യ യൂണിറ്റ് എന്തോ ഞെക്കൂടെ പറയാൻ വിളിക്കും പിന്നെ അല്ല, പോവാൻ റിവ്യൂ നമുക്ക്. റിക്വയർമെന്റ്. ഏ റിവ്യൂ റിക്വയർമെന്റ്. ആയിക്കോട്ടെ, അതൊന്ന് വായിച്ചു നോക്കുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ ആള് ഞാൻ തെന്നിപ്പിക്കാൻ പറഞ്ഞാൽ നിൽക്കണ്ട, എന്നാലേ തീയോ. സോറി. ഓക്കെ, താഴോട്ട് പോട്ടെ. ബാക്കിയെല്ലാം റെഡിയല്ലേ, ഒന്നുമില്ല, മാറ്റമില്ലല്ലോ. ഇല്ലല്ല, ഇരുപത്തഞ്ച് നമ്മൾ ഇയർഫോൺ റെഡി കുഴപ്പമൊന്നുമില്ല. ആയാ. എന്താ മുംബൈന്റെ കാണിച്ചേ? മുംബൈ ആഡ്. അത് ഇതാണ് പിന്നെ ഇന്ത്യയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ റിക്വയർമെന്റ് കൊടുക്കണമെന്നുള്ള. പിന്നെ എയർ സെറ്റ് പോട്ടെ, എയർ സെറ്റിൽ മഞ്ഞക്കൂടെ എയർ സെറ്റിൽ മാവാ. എനിക്ക് പൊന്നിയോ, ഫോണിലാണ് ചക്കര. പിന്നെ നല്ല പാട്. ട്രിഗർ ചെയ്യാനുള്ള ഇത് കൊടുക്കണ്ടേ? കൊടുക്കണ ആടെ എത്തിക്കണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. വെൽക്കം വെൽക്കം. മെല്ലെ 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 മെല്ലെ. അതൊന്നും ആക്കല്ലേ, ഞെക്കല്ലേ ഞെക്കല്ലേ, എഡിറ്റൊന്നും ഞെക്കല്ലേ. വെൽക്കം മെസ്സേജ്, സ്റ്റാർട്ട് കൺവേഴ്സേഷൻ, വെൽക്കം. ഓക്കെ, ഈ ഇവിടെ ആടെ ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി പൊന്തിച്ചങ്ങളെ എനക്കോ കൂടി. ഓക്കെ. പ്ലീസ് ആടെ നമ്മൾ ആടത്തെ ഇത് വരട്ടെ. പേടിപ്പിക്കല്ലേ. ഉം. കോൾ ടു ആക്ഷൻ എന്നതിനാളൊന്നും ക്ലിക്ക് ചെയ്താൽ കോൾ ടു ആക്ഷൻ. നമ്മുടെ കോൾ ടു ആക്ഷൻ നെറ്റ്. ഹലോ. ആളൊന്നും ഒന്നും പൊന്നിച്ച്